ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ വിദഗ്ധരായ ആളുകൾ പറഞ്ഞത് എല്ലാ RTCയുടെ മുമ്പിലും ഇങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം എങ്ങനെ നന്നാക്കി എന്നുള്ളത് പ്രസന്റേഷൻ നടത്തണമെന്നാണ്. കാരണം അത്രയും പ്രൊഫഷണലിസമാണ്. കാരണം വെച്ചാൽ ഇത് വലിയൊരു പരിഷ്കാരത്തിന്റെ മാറ്റമാണ്. ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി 23ാമത്തെ ഡ്രൈവിംഗ് സ്കൂൾ കായംകുളത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. കായംകുളത്ത് കൊടുക്കാന്ന് വലിയ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ 23ാമത് 31 ഡ്രൈവിംഗ് സ്കൂളുകളാണ് തുടങ്ങുന്നത്. അതിൽ 23ാമത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ MLA-മാരും സ്ഥലം ഉള്ളിടത്തെല്ലാം അവരെ പണം ചെലവഴിച്ച് ഗ്രൗണ്ട് റെഡിയാക്കി തന്നിട്ട് നമ്മൾ എല്ലാ സംവിധാനങ്ങളും സിമുലേറ്ററിൽ ഇരുന്ന് പഠിക്കാം, പിന്നെ ക്ലാസ് എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറിയിൽ ഇരുന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാം, എല്ലാ സ്പെയർ പാർട്ടുകളും കണ്ട് പഠിക്കാം, വണ്ടി എങ്ങനെയാണ് ഓടുന്നത് പഠിപ്പിക്കും. ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത്. KSRC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡ്രൈവിംഗ് കഴിഞ്ഞ് ഇറങ്ങിയാൽ ലൈസൻസ് കൈ കിട്ടിയാൽ നേരെ വാഹനം എടുത്ത് റോഡിലേക്ക് ഓടിച്ചു പോകാൻ കഴിയുന്ന തരത്തിലുള്ള പരിചയ സമ്പത്ത്. സാധാരണ നമ്മൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസയും കൂടെ ചെലവാക്കണം. എന്തിനാ? ഇത് ഒന്ന് ട്രെയിനിങ് കിട്ടാൻ വേണ്ടി, ഇതിന്റെ കൈ തെളിയാണെന്ന് പറയും. അത് അത്രയും കൂടെ പൈസ ചെലവാണ്. അതൊന്നുമില്ല. കൈ തെളിഞ്ഞ് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ കോൺഫിഡന്റ് ആയിട്ട് സ്വന്തം വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വളരെ മോശമായ രീതിയിൽ ആളുകൾ കയറി വരുന്ന സ്ഥലത്തൊക്കെ കടവയ്ക്കാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. മുമ്പ് കൊടുത്തതിന്റെ ഫലമായി രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിന് മേലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ യോജിക്കില്ല. എൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി തന്നെ, ആരാണെങ്കിലും ശരി തന്നെ, മര്യാദയില്ലാത്ത പണികൾ കാണിക്കുന്നതിന് ഞാൻ എതിരാണ്. കോടതിയിൽ താഴത്തെ കോടതിയിലെല്ലാം കേസ് നടക്കുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് നടക്കുന്നു. ഒഴിയാൻ വേണ്ടിയില്ല, വാടക തിരിയില്ല, ഒഴിയയില്ല, നടുക്കേറിയിരിക്കുകയാണ്. പാലക്കാട് ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയാക്കണം, നടുക്കേറിയിരിക്കുകയാണ് ചായയും കാപ്പിയൊക്കെ ആയിട്ട്. പിന്നെ വേറെ കുറേ ആൾക്കാർ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പേരിൽ വരും, എന്നിട്ട് ഒരു സ്ഥലം എടുക്കും, 10,000 രൂപ വാടകയ്ക്ക് എടുക്കും. ശരി, ഓക്കെ, പൊതുമേഖലാ സ്ഥാപനം കൊടുക്കും, എന്നിട്ട് അത് 70,000 രൂപയ്ക്ക് മറിച്ച് വയ്ക്കും. ഇങ്ങനെയുള്ള കച്ചവടങ്ങളാണ്. ഇതെല്ലാം അവസാനിപ്പിച്ചു. കാസർഗോഡ് ഡിപ്പോയിലെ ഷോപ്പിംഗ് മാളിൽ കടകൾ മുഴുവൻ ഒഴിഞ്ഞു കിടന്നാണ്. ഇന്ന് ഒരു കട പോലും ഒഴിവില്ലാത്ത വിധത്തിൽ കൊടുക്കാൻ CMD ആയ പ്രമോദ് ശങ്കറിനും അദ്ദേഹത്തിന്റെ ടീമിനും കഴിയുന്നു. വളരെ വെറുതെ കിടക്കുന്ന സ്ഥലമെല്ലാം KSRC ഉപയോഗപ്പെടുത്തുകയാണ്. വലിയ വാടകയ്ക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ഈ ചൊവ്വാഴ്ച പിന്നെ ശിവരാത്രിക്ക് കളക്ഷൻ കുറവായിരുന്നു. അതേ ചൊവ്വാഴ്ച കളക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് 9.25 കോടി രൂപ അന്ന് ടിക്കറ്റ് വരുമാനം തന്നെയുണ്ട്. മറ്റു വരുമാനങ്ങൾ 75 ചേർത്ത് 10.5 കോടി രൂപയോളം നമുക്ക് അന്നത്തെ ദിവസം വരുമാനമുണ്ട്. ഈ വരുമാനം വരുമ്പോൾ ഒരു 8.5 കോടിക്ക് മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ലാഭത്തിലാകാമെന്നുള്ളതാണ്. ഇനിയിപ്പം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായുള്ള പുതിയ എഗ്രിമെന്റ് വന്നു കഴിയുമ്പോൾ ഡീസലിന് അല്പം വില കുറച്ച് കിട്ടും. പിന്നെ പുതിയ വണ്ടികൾ ഡീസൽ മൈലേജ് കൂടുതൽ തരുന്ന വണ്ടികളാണ്. സാധാരണ 3 കിലോമീറ്റർ തരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4, 4.5, 5 തരുന്ന വണ്ടികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചെറിയ ബസ്സുകളൊക്കെ 7 കിലോമീറ്റർ വരെ മൈലേജ് തരുന്നുണ്ട്. അങ്ങനെ തരുമ്പോൾ വലിയൊരു തുകയിൽ വ്യത്യാസം വരും. പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും KSRCയുടെ പമ്പുകളെല്ലാം പിന്നെ നമ്മളൊരു ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു തുള്ളി ഡീസൽ, 1 ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ KSRC MDക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ 1 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത്? ഡ്രൈവർ മാറിയാലും ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വണ്ടിയെ പരിഹരിക്കും. പരമാവധി വണ്ടികളിൽ ഇപ്പോൾ ഒരു ഡ്രൈവാണ്. പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ്. 1400 വണ്ടി ഞാൻ മന്ത്രി അവിടെ